ഈ ഒരു ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി വരുന്ന മറ്റൊരു ഭാഗമാണ്, കാലഘട്ടങ്ങളായി വലിയ കുപ്രചാരണങ്ങൾക്ക് വിധേയമായ ഭാഗമാണ് മുസ്ലിം സമൂഹം അവരിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ, അഥവാ ഞാൻ വിശ്വാസിയല്ല എന്ന്, ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോവുകയാണെന്ന് പ്രഖ്യാപിച്ചാൽ പിന്നെ നേരെ അവനെ പിടിക്കുക, അവൻ്റെ കഥ കഴിക്കുക, മുർത്തദ്ദിനെ കൊല്ലുക എന്നൊരു, മതഭ്രഷ്ടനെ കൊല്ലുക എന്നുള്ളൊരു പ്രയോഗത്തിലൂടെ ഇതുവഴി ആളുകളെ ഇങ്ങനെ പേടിയിലും ഭീതിയിലും നിർത്തുകയും അസഹിഷ്ണുക്കളാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന ഒരു ആരോപണമുണ്ട്. ആരോപണത്തോട് പ്രതികരിക്കുന്നത് ആദരണീയനായ അബൂബക്കർ സലഫി. മതം ഉപേക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവനെ കൊന്നുകളയണം, ഇസ്ലാം മതത്തിൽ നിന്നൊരാൾ പുറത്തു പോവുകയാണെങ്കിൽ അതോടുകൂടി അവനെ കൊല്ലണം എന്ന് ഖുർആനിലോ സുന്നത്തിലോ പറയുന്നില്ല. അതേസമയം വധശിക്ഷക്ക് അർഹമാക്കുന്ന ചില തെറ്റുകളുണ്ട്. അങ്ങനെയുള്ള കുറ്റങ്ങൾ ചെയ്താൽ അവർക്ക് വധശിക്ഷയുണ്ട്. അത് ഇസ്ലാമിക രാജ്യത്ത് മാത്രമല്ല, അത് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതാണ്. എന്നാൽ ഇവിടെ എതിരാളികൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിലേക്ക് ഒരാൾ വന്ന് പിന്നെ പുറത്തു പോകാൻ ഒരു സ്വാതന്ത്ര്യമില്ല, അവനെ തല വെട്ടണം, അതിൽ വിശ്വാസ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് പരിശുദ്ധ ഖുർആനോ തിരുസുന്നത്തോ പഠിപ്പിക്കുന്ന വിഷയമല്ല. മതത്തിൽ നിന്ന് പുറത്തു പോയ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കാരണത്താൽ നിങ്ങൾ അവരെ വെട്ടണം, കൊല്ലണം എന്നൊന്നും പറയുന്നില്ല. ഉദാഹരണത്തിന് സൂറത്ത് നിസ 137 വചനം, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിച്ചവർ, സുമ്മ കഫറു, പിന്നെ അവിശ്വസിക്കുകയും ചെയ്തവർ, അപ്പോൾ മതത്തുനിന്ന് പുറത്തു പോയവർ, സുമ്മ ആമനു, വീണ്ടും അവർ വിശ്വസിക്കുന്നു, സുമ്മ കഫറു, വീണ്ടും അവർ അവിശ്വസിക്കുന്നു, സുമ്മസ്ദാദു കുഫ്റൻ, പിന്നെ അവരുടെ സത്യനിഷേധം അവർ വർദ്ധിപ്പിക്കുന്നു. അത്തരക്കാർ ലം യഖുനില്ലാഹുലി യഗ്ഫിറ ലഹും, അവർക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല, വലാലി യഹ്ദിയഹും സബീല, അവരെ നേരായ വഴിയിലേക്ക് നയിക്കുകയും ഇല്ല. അപ്പോൾ ഇവിടെ വിശ്വസിച്ചു, പിന്നെ അവർ മതത്തുനിന്ന് പുറത്തുപോയി, അവരെ കൊല്ലണം എന്നല്ല പറഞ്ഞത്. മാത്രമല്ല വീണ്ടും അവർ വിശ്വസിച്ചു, വീണ്ടും പുറത്തുപോയി. അപ്പോൾ ആദ്യം പുറത്തു പോയപ്പോൾ തന്നെ ഇവരുടെ വാദമനുസരിച്ച് അവരെ കൊല്ലണം, പക്ഷേ അതുണ്ടായിട്ടില്ല. വീണ്ടും അവർ ജീവിക്കുന്നു, പിന്നെയും അവർ അവിശ്വസിക്കുന്നു, ആ അവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെയുള്ളവരെയും കൊന്നുകളയണം എന്നല്ല പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതുപോലെ സൂറത്ത് ആലി ഇമ്രാൻ 72 വചനം, വഖാലത്ത് ത്വാഇഫത്തു മിൻ അഹ്ലിൽ കിതാബ് ആമിനു ബില്ലദി ഉൻസില അലല്ലദീന ആമനു വജിഹൻ നഹാർ, ഒരു വിഭാഗം അഹ്ലി കിതാബിലെ വേദക്കാരിലെ കൂട്ടർ പറഞ്ഞു, നിങ്ങൾ സത്യവിശ്വാസികളുടെ മേൽ ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുക, പകൽ സമയം വിശ്വസിക്കുക, വഖ്ഫുറു ആഹിറഹു, എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗം വൈകുന്നേരം ആകുമ്പോൾ സത്യനിഷേധികളാവുക, എന്നാൽ അല്ലഹും യർജൂൻ, എന്നാൽ വിശ്വസിച്ചവരും ആ സത്യദീനിൽ നിന്ന് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരുടെ തന്ത്രം എന്താണ്? പകലിൽ വന്നിട്ട് നബി തിരുമേനിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയാം, എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇതൊരു ഗുണമില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോവുക. അപ്പോൾ സത്യവിശ്വാസികളും അങ്ങനെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മതത്തിൽ നിന്ന് പുറത്തു പോയവരെ കൊല്ലുകയാണെങ്കിൽ ഇവരെയൊക്കെ കൊല്ലേണ്ടതാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇനി മറ്റൊരു വചനം സൂറത്ത് തൗബയിലെ വചനമാണ് 65-66, വലഇൻ സഅൽതഹും ലയഖൂലുന്ന ഇന്നമാ കുന്നാ നഖൂദു വനൽഅബ്, മതത്തെ പരിഹസിച്ചവരോട് താങ്കൾ ചോദിച്ചാൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ തമാശക്ക് കളിയായി ചെയ്തതാണ്. അപ്പോൾ അവരോട് ഖുൽ, പറയുക പ്രവാചകരെ, അബില്ല, അള്ളാഹുവിനെയാണോ, ആയാത്തി, അവൻ്റെ ആയത്തുകളെയാണോ, റസൂലി, അവൻ്റെ ദൂതനെയാണോ, കുന്തും തസ്തഹ്സിഊൻ, നിങ്ങൾ പരിഹസിക്കുന്നത്, ലാ തഅ്തദിറു, നിങ്ങൾ ഒഴിവ് കഴിവ് പറയണ്ട, ഖദ് കഫർത്തും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാന് ശേഷം നിങ്ങൾ അവിശ്വാസികളായിരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ മതത്തിൽ നിന്ന് മുർത്തദ്ദായി എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നാൽ അവരെ കൊന്നുകളയണം എന്ന് ഇവിടെ എവിടെയും
ശുദ്ധ ഖുർആനിൽ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് അനേകം വചനങ്ങളുണ്ട്, ചിലത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇനി ഖിബല മാറ്റവുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ അദ്ദേഹത്തിൻ്റെ ഫത്താവ 7-ാം വാള്യം 278 പേജിൽ പറയുന്നൊരു കാര്യം, മിൻഹ അമ്രുൽ ഖിബല, ഇതിൽപ്പെട്ടതാണ് ഖിബലയുടെ കാര്യം. ലമ്മ ഹുവ്വിലത്ത് ഇർത്തദ്ദ അനിൽ ഈമാൻ ലി അജ്ലി ദാലിക ത്വായിഫ, ഖിബല മാറ്റിയപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ മുർത്തദ്ദുകളായി, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ മുർത്തദ്ദുകളായി എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ പറയുന്നു. എന്നാൽ അങ്ങനെ ഖിബല മാറ്റിയപ്പോൾ മുർത്തദ്ദുകളായ ആൾക്കാരെ കൊന്ന വല്ല ചരിത്രവും ആർക്കെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ കഴിയും? അതൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തൊട്ടടുത്ത പേജിൽ അദ്ദേഹം പറയുന്നു, കദാലിക ഐളൻ ലമ്മൻ ഹസമൽ മുസ്ലിമൂന യോമ ഉഹുദ്, ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പിന്തിരിഞ്ഞു പോയപ്പോൾ വശുജ്ജ വജുഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് മുറിവ് പറ്റിയപ്പോൾ കുസിറത്ത് റുബായിയത്തുഹു, നബി തിരുമേനിയുടെ മുൻ പല്ല് പൊട്ടിയപ്പോൾ ഇർത്തദ്ദ ത്വായിഫ, ഒരു വിഭാഗം ആൾക്കാർ മുർത്തദ്ദുകളായി. അപ്പോൾ ഉഹുദ് യുദ്ധത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു ടീമിനെ വധിച്ചു കളഞ്ഞൊരു സംഭവം ആർക്കും ഉദ്ധരിക്കാൻ കഴിയില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുപോലെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന അനേകം വിഷയങ്ങൾ വേറെയുണ്ട്. പണ്ഡിതന്മാരതൊക്കെ എണ്ണി പറയുന്നുണ്ട്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അതിൽ നിന്ന് 10 എണ്ണുന്നുണ്ട്. നവാഖിദുൽ ഇസ്ലാം, ഒരാളുടെ ഇസ്ലാമിനെ തകർക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ ശിർക്ക് ചെയ്താൽ ഏറ്റവും വലിയ മതത്തിൽ നിന്ന് പുറത്തു പോകലാണ്. അങ്ങനെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എണ്ണി പറയണം. അതിലേതെങ്കിലും ഒന്നെടുത്തിട്ട് അതിൻ്റെ മതത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് അവനുള്ള ശിക്ഷ അവൻ്റെ കഴുത്ത് വെട്ടലാണ്, അവനെ കൊന്നു കളയലാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. ഇനി എതിരാളികൾ ഇതിന് ഉദ്ധരിക്കുന്ന ചില തെളിവുകളുണ്ട്, അതും അവർക്കെതിരാണ്. അവർ പറയുന്ന തെളിവുകളിൽ ചിലത് മാത്രമാണ് സൂചിപ്പിക്കുന്നത്, അതും അവർക്കെതിരാണെന്ന് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന നഫറമിൻ ഉഖിൽ വ സമാനിയത്തൻ, ഉഖിൽ ഗോത്രത്തിൽ നിന്ന് 8 പേർ, അല്ലെങ്കിൽ വഫീൽ അഫ്ലിൽ ഹുമാമിൻ ഉഖിൽ ഔ ഉറൈന, അല്ലെങ്കിൽ ബുഖാരി മുസ്ലിം 2 പേർ റിപ്പോർട്ട് ചെയ്ത വാചകത്തിലുള്ളത് ഉഖിൽ എന്ന ഗോത്രം അല്ലെങ്കിൽ ഉറൈന ഗോത്രം, അതിൽ നിന്ന് 8 പേര് കദിമു അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനിയുടെ അടുത്ത് വന്നു. ഫബായഉ അലൽ ഇസ്ലാം, അവരൊക്കെ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. ഫസ്തഖമു അൽ അർള വസഖമത് അജ്സാമുഹും, പക്ഷേ മദീനയിലെ ഭൂമി, അവിടുത്തെ കാലാവസ്ഥ അവർക്ക് പ്രതികൂലമായി, അവർക്ക് രോഗം വന്നു. അപ്പോൾ ഫശഖൗ ദാലിക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി തിരുമേനിയോട് പരാതി പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാ തഖ്റുജൂന മാ റായിന ഫി ഇബ്ലിഹി, എന്നാൽ നമ്മുടെ ഒട്ടകങ്ങളുമായി, അത് പൊതു സ്വത്താണ് ഒട്ടകങ്ങൾ, ആ ഒട്ടകങ്ങൾ അവരോട് ഉപയോഗിക്കാൻ പറയണം. എന്നിട്ട് അതിൻ്റെ ഇടയന്മാരെയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. എന്നിട്ട് ഫതുസീബൂമിൻ അബുവാബിഹ അബുവാലിഹ അൽബാനിഹ, അതിൻ്റെ മൂത്രവും പാലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ബല, അതെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ അവർ ഫഹറജു, പുറപ്പെട്ടു. ഫശരിബൂമിൻ അബുവാലിഹ അൽബാനിയ, അവരതിൻ്റെ മൂത്രം പാല് ഒക്കെ കുടിച്ചു. ഫസഹു, അവർക്ക് ആരോഗ്യമുണ്ടായി. ഫഖതലുർ റായ, അങ്ങനെ അവർ ഇടയനെ കൊന്നുകളഞ്ഞു. വതറദുൽ ഇബിൽ, ഒട്ടകങ്ങളെയൊക്കെ അവർ കൊണ്ടുപോയി. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി തിരുമേനിക്ക് വിവരം കിട്ടി. ഫബഅസഫി ആസാരിം, അപ്പോൾ അവരെ തുടർന്ന് ആളെ വിട്ടു. ഫൗദരിക്കു, അവരെ കിട്ടി. ഫജി അബി, അവരെ കൊണ്ടുവന്നു. ഫഅമറബിയും ഫഖുത്തിയത് ഐദിഹിം, അങ്ങനെ അവരുടെ കൈകാലുകൾ, വർജുലും കൈകാലുകൾ മുറിക്കപ്പെട്ടു. വാ സുമിറത്ത് അയ്യുൻ, അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു. സുമൻ ഉബിദു ഫിഷാംസി ഹത്താ മാത്തു, പിന്നെ അവർ വെയിലത്ത് മരിക്കുന്നത് വരെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു. അത്ര വലിയ തെറ്റാണ് അവർ ചെയ്തത്. ഈ രൂപത്തിലുള്ള കുറ്റം കിട്ടാനുള്ള തെറ്റാണ് അവർ ചെയ്തത്. കാരണം ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അനസ് ബിൻ മാലിക് പറയുന്നു, ഇന്നമാ സമലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയുന ഉലായിക്ക, അവരുടെ കണ്ണുകൾ എന്തിനാണ് നബി തിരുമേനി ചൂഴ്ന്നെടുത്തത്? ലി അന്നഹും സമലു അയുന റിയ, ആ ആട്ടിടയന്മാരുടെ കണ്ണുകളെ അവരും ചൂഴ്ന്നെടുത്തിരുന്നു. അതുകൊണ്ട് പ്രതിക്രിയ എന്ന നിലക്കാണ്. അപ്പോൾ ഇവരിങ്ങനെ കൊന്നു. അപ്പം മതത്തിൽ നിന്ന് പുറത്തു പോയവരെ മുസ്ലിങ്ങൾ കൊല്ലുന്നു എന്ന ആ ഒരു ഭാഗം മാത്രം ഇവരെടുത്തിട്ട് ഇത് ഉദ്ധരിക്കുകയാണ്. ശേഷമുള്ള വാചകം അവർ വായിക്കൂല. ശേഷമുള്ള വാചകം എന്താണ്? ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാചകം. ഖാല അബൂ ഖിലാബ പറയുന്നു, ഫഹാ ഉലായി, ഇവർ സറഖു, അവർ കളവ് നടത്തി.
അവർ മതപരിത്യാഗം മാത്രമല്ല ചെയ്തത്, അവർ കളവ് നടത്തി, അവർ കൊള്ളയടിച്ചിട്ടുണ്ട്. കത്തലു അവർ കൊന്നിട്ടുണ്ട്. കഫറു ബാദ ഈമാനിഹിം, ഈമാന് ശേഷം അവർ കാഫിറായി. അത് മാത്രം ആ കൂട്ടത്തിൽ നിന്ന് ഇവരെടുക്കും. പിന്നെ അതിനും വലിയ തെറ്റ് വീണ്ടും പറയുന്നു. ഹാറബുല്ലാഹ വ റസൂലഹു, അവർ അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ വസ്തുതയൊന്നും പറയാതെ അതിൽ നിന്ന് ആകെ ഒരു വിഷയം മാത്രം എടുത്തിട്ട് ഉദ്ധരിക്കുന്നവർക്ക് സത്യവുമായി നീതി പുലർത്താൻ ഒരിക്കലും കഴിയാത്തവരാണ് എന്നതിലൊരു സംശയമില്ല. ഇസ്ലാമിനെ എതിർക്കാൻ ഇത്തരം കാര്യങ്ങളെ ഇവരെടുത്തേക്കുള്ളൂ. ഇനി ഇവർ പറയുന്ന മറ്റൊരു കാര്യം, മക്കാ വിജയത്തിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 പേരെ എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരത് പറഞ്ഞു, അത് മതത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ല, പുറത്തു പോകാൻ പറ്റില്ല, അവരെ കൊല്ലണം എന്നാണ് നിയമം എന്ന് പറയാനാണ് ഇവരിത് പറയുന്നത്. ആ 4 പേരാരാണ്? ഒന്ന് ഇക്രിമത്ത് ബിൻ അബി ജഹൽ, മറ്റൊന്ന് അബ്ദുല്ലാഹിബിൻ ഖത്തൽ, മറ്റൊന്ന് മിഖ്യസ് ഇബിൻ സ്വബാബ, മറ്റൊന്ന് അബ്ദുല്ലാഹിബിൻ സാദ് ഇബിൻ അബിസർ. എന്നാൽ ഇവരുടെ പ്രശ്നം മതത്തിൽ നിന്ന് പുറത്തു പോയത് മാത്രമാണോ? ഒരിക്കലും അല്ല. അവരെപ്പറ്റി വസ്തുനിഷ്ഠമായി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വ്യക്തി ഇബ്നു ഖത്തൽ ആണല്ലോ. അദ്ദേഹത്തെപ്പറ്റി ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ അൽ ഇസ്തിസ്കാർ എന്ന പുസ്തകത്തിൽ പറയുന്നു, ഇന്നമ അമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖത്ലിഹി, അയാളെ കൊല്ലാൻ നബി തിരുമേനി കൽപ്പിച്ചത് ലിഅന്നഹു ബഅസഹു മുസദ്ദിഖൻ വകാന മുസ്ലിം, അദ്ദേഹം മുസ്ലിമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ സകാത്ത് പിരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതായിരുന്നു. ബഅസ മഅഹു റജുലൻ മിനൽ അൻസാർ, അദ്ദേഹത്തിൻ്റെ കൂടെ അൻസാരികളിൽപ്പെട്ട ഒരാളെയും പറഞ്ഞയച്ചു. വകാന മഅഹു മൗലല്ലഹു യഖ്ദിമുഹു, അദ്ദേഹത്തെ സേവിക്കാൻ ഒരു ഭൃത്യനും ഉണ്ടായിരുന്നു കൂടെ. വകാന മുസ്ലിമൻ, ആ ഭൃത്യനും മുസ്ലിമായിരുന്നു. അനഫ നസല ഇബ്നു ഖത്തൽ മൻസിലൻ, ഇബ്നു ഖത്തൽ ഒരു സ്ഥലത്ത് ഇറങ്ങി. അമറൽ മൗല, എന്നിട്ട് തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, അൻ യദ്ബഹലഹു ശാത്തനു യസ്നഅലഹു തഅമ, ഒരാടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ആ ഭൃത്യൻ എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി, അത് ചെയ്തില്ല. അപ്പോൾ ഇയാൾ ചെയ്തതെന്താ? ഫഅദ അലൈഹി, ഇയാൾക്കെതിരെ അതിക്രമിച്ചിട്ട് ഫഖത്തലഹു, കൊന്നുകളഞ്ഞു. സുമർത്തദ്ദ മുശ്രിക്ക്, പിന്നെ മുശ്രിക്കായിട്ട് അയാൾ മുർത്തദ്ദായി പോവുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് മതത്തിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ കാരണം? മറ്റേയാളെ കൊന്നത് കൊണ്ട് പ്രതിക്രിയ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് അയാൾ മുർത്തദ്ദായി പോകുന്നത് തന്നെ. പക്ഷേ ഇവർ ഈ ഭാഗം, അവസാനം ഉള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഇയാൾ കൊല്ലപ്പെട്ടത് എന്തിനാണ്? അത് ഇബ്നു അബ്ദുൽ ബർ തന്നെ പറയുന്നു, ഫഹാദൽ ഖത്ലു ഖവദും മിൻ മുസ്ലിം, ഇയാളെ കൊന്നത്, ഇബ്നു ഖത്തലിനെ കൊന്നത് ഒരു മുസ്ലിമിനെ കൊന്നതിനുള്ള പ്രതിക്രിയയായിട്ടാണ്. വളരെ വ്യക്തമാണ്. പക്ഷേ ഇതാണ് ഇവർ രൂപം മാറ്റിയിട്ട് വേറെ രൂപത്തിലാക്കി മാറ്റിയത്. ഇനി മറ്റേ ആൾ, 4-ാമത്തെ ആളുടെ അടുത്ത ആൾ മിഖ്യസ് ബിൻ സ്വബാബ എന്നാണ്. ഇദ്ദേഹം ചെയ്ത തെറ്റെന്താ? മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നതുകൊണ്ടല്ല അദ്ദേഹത്തെ കൊല്ലാൻ പറയുന്നത്. ഒരൊറ്റ കാരണം ഇവർ പറയുന്നത്. എന്നാൽ അതല്ല പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയുള്ളൊരു കാരണം മാത്രമാണ് ഈ കൊല്ലാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇയാൾ ചെയ്തെന്താണ്? ഇമാം ഇബ്നു ഇസ്ഹാഖ് പറയുന്നത് ഇങ്ങനെയാണ്, ലിയന്നഹു ഖതല ഖാതില അഖി ഖതഅൻ ബഅദമ അഖദ ദിയ സുമർത്തദ്ദ മുശ്രിക്കൻ, അയാൾ തൻ്റെ സഹോദരനെ അബദ്ധത്തിൽ കൊന്നവനെ പ്രായശ്ചിത്തം വാങ്ങിയ ശേഷം കൊന്നുകളഞ്ഞു. അതായത് ഇയാളുടെ സഹോദരനെ വേറൊരു മുസ്ലിം കൊന്ന് അബദ്ധത്തിൽ കൊന്നതാണ്. ഒരു യുദ്ധത്തിൻ്റെ നേരത്തെ സത്യം നിഷേധമെന്ന് വിചാരിച്ച് കൊന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം കൊടുക്കണം. അപ്പോൾ 100 ഒട്ടകോ മറ്റോ കൊടുത്തു. അതൊക്കെ കൊടുത്തതിന് അതെല്ലാം വാങ്ങിയതിന് ശേഷം പിന്നെ ഈ മുസ്ലിമിനെ ഇയാൾ കൊന്നു കളഞ്ഞു. അങ്ങനെ കൊല്ലുമ്പോൾ അയാൾ തിരിച്ച് കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ്. അത് പേടിച്ചിട്ടാണ് പിന്നെ അയാൾ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അപ്പോൾ ഇവർ മതത്തിൽ നിന്ന് പുറത്തു പോയതിനാണ് അയാളെ കൊന്നത് എന്നാക്കി മാറ്റി. വാസ്തവത്തിൽ അതല്ല, മതത്തിൽ നിന്ന് പുറത്തു പോയതിൻ്റെ പേരിലല്ല. ഇനി ഇങ്ങനെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയരായ ആൾക്കാർ, ഇത്തരം ആൾക്കാരൊക്കെ അതിന് അർഹർ തന്നെയാണ്. ഇനി ഇതിലുള്ള 2 ആൾക്കാരാരാണ്? ഒന്ന് അബ്ദുല്ലാഹിബിൻ സാദ് ബിൻ അബി സർഹാൻ, അദ്ദേഹം ചെയ്ത തെറ്റും അതിഗുരുതരാണ്. മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളതല്ല, മറിച്ച് അയാൾ അതിഗുരുതരമായ കളവ് പറഞ്ഞു. ഞാൻ മുഹമ്മദിന് വഹി എഴുതുന്ന ആളായിരുന്നു, ഞാൻ എൻ്റെ വക ചിലത് കൂട്ടും, അതൊക്കെ മുഹമ്മദ് സമ്മതിച്ചു തരും. പച്ചക്കള്ളം പറയാൻ. കാരണം നബിക്ക് ഇയാൾ മാത്രമല്ല, 40-40 ആൾക്കാർ വഹി എഴുതുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇസ്ലാമിനെതിരെ പുറത്തു പോയിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഇയാൾ. അതുകൊണ്ടാണ് ഈ കള്ളനെ കിട്ടിയാൽ കൊല്ലണം എന്ന് പറഞ്ഞ്. എന്നിട്ടും അയാളെ കിട്ടിയപ്പോൾ അയാൾ പശ്ചാത്തപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വെറുതെ വിടുക ചെയ്ത്. ഇങ്ങനെ കുറ്റത്തിന് കൊലശിക്ഷക്ക് അർഹരായവർ തന്നെ അവർക്ക് പശ്ചാത്തപിച്ചാൽ ഇളവുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസുകളൊക്കെ ഉദ്ധരിക്കുന്നതിൻ്റെ മുമ്പ് ഇമാം ബുഖാരി കിതാബു ഇസ്തിതാബത്തിൽ മുർത്തദ്ദി എന്നാണ് ഹെഡിങ്ങിന് കൊടുത്ത്. മുർത്തദ്ദികൾക്ക് തൗബ ചെയ്യാനുള്ള അവസരം അത് പറയുന്ന അധ്യായം എന്നാണ്. ഇവരെന്നെ പശ്ചാത്തപിച്ച് മടങ്ങിയാലോ
അവരെ വെറുതെ വിടും. അപ്പോൾ ഇദ്ദേഹം മാറി ഉസ്മാൻ ബിൻ അഫ്ഫാൻ അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്തു, അദ്ദേഹം നന്നായിട്ടുണ്ട്, പ്രശ്നമല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിടണം. അപ്പോൾ സമ്മതിച്ചു. അതിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ. ഇതും ഇവർക്കുള്ളൊരു മറുപടിയാണ്. കാരണം ഈ 4 ആളെ പ്രഖ്യാപിച്ചതും മതത്തിൽ നിന്ന് പുറത്തു പോയത് കൊണ്ട് അവർക്ക് വധശിക്ഷ വിധിച്ചു എന്നാണ് ഇവർ പ്രചരിച്ച്. എന്നാൽ ഇക്രിമ മതത്തിൽ നിന്ന് പുറത്തു പോയ ആളല്ല, അയാൾ ഇസ്ലാമിലേക്ക് വന്നിട്ടെന്നല്ല. അപ്പോൾ കുറ്റം വേറെയാണെന്ന് മനസ്സിലായി. ഇയാൾ പിതാവായ അബൂജഹലിനെ പോലെ തന്നെ ഇസ്ലാമിനെതിരെ എന്തൊക്കെ മോശമായി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്ന വിഷയത്തിൽ മത്സരിക്കുന്ന ആളായിരുന്നു. അത്ര ഭീകരമായിരുന്നു അയാളുടെ തെറ്റുകൾ. അതുകൊണ്ട് അയാളെ കണ്ടാൽ കൊല്ലണം എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ വന്ന് തിരിച്ചു വന്ന് ഞാൻ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോൾ നബി തിരുമേനി അയാൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇസ്ലാം എത്ര മഹത്തരമായ വിഷയമാണ്. ഇനി ഇവർ ഉദ്ധരിക്കുന്ന അടുത്ത ഹദീസ് എന്താണ്? അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇത് മതപരിത്യാഗിയെ കൊല്ലണം എന്നാണ് ഇസ്ലാം പറയുന്നത് എന്ന് പറയുന്നത്. എന്നാൽ ആ ഹദീസ് ഏതാ? അതും അവർക്കെതിരാണ്. അതിങ്ങനെയാണ്: ലാ യഹില്ലു ദമുംരിഇം മുസ്ലിം യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ഇല്ലാ ബി ഇഹ്ദാ സലാസ് അസ്സയ്യിബു സാനി വന്നഫ്സു ബിൻ നഫ്സ് വത്താരിഖു ലിദീനിഹിൽ മുഫാരിഖ് ലിൽ ജമാഅ. ഒരു മുസ്ലിമിൻ്റെ രക്തം ഹലാലാവുകയില്ല, അള്ളാഹു അല്ലാതെ ആരാധ്യനയില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിം, അതുപോലെ അന്യ റസൂല്ല ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിം, അവൻ്റെ രക്തം ഒരാളും ചിന്താൻ പാടില്ല. എന്നാൽ 3 കാര്യം ഉണ്ടെങ്കിൽ ഒഴികെ, അതെന്താ? സയ്യിബു സാനി, വിവാഹിതനായ വ്യഭിചാരി, അവന് കൊല്ലണം എന്നാണ് നിയമം. പിന്നെ വൻ നഫ്സു ബിൻ നഫ്സ്, പകരത്തിന് പകരം, അയാൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പകരം കൊല്ലണം, അത് ചെയ്യേണ്ട ഭരണാധികാരിയാണ്. പിന്നെ 3-മത്തേതാണ് ഇവർ പറയുക വത്താരിഖുലി ദീനി, മതത്തെ ഒഴിവാക്കിയവൻ. അവിടെ നിർത്തുവരും, അതിന് ശേഷമുള്ളത് പറയില്ല. അത് പറയില്ല. എന്താ അതിന് ശേഷമുള്ളത്? അൽ മുഫാരിഖുൽ ജമാ, ആ ജമാഅത്ത് തന്നെ വിട്ടുപോയി. പിന്നെ അവർ കുതന്ത്രവുമായി നടക്കുന്ന എതിരാളികളുടെ ഭാഗം ചേർന്നിട്ട് ഇസ്ലാമിനെതിരെ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ആ കാര്യം അവർ പറയില്ല. മറിച്ച് മതത്തിൽ നിന്ന് പോയത് കൊണ്ട് കൊല്ലണം എന്നാ പറയാം. അങ്ങനെയല്ല. അവിടെ അത്താരിഖ് അൽ മുഫാരിഖ് ലിൽ ജമാ, ജമാഅത്തിൽ നിന്ന് വിട്ടുപോയി. ഇനി ഇതൊന്നും കൂടി വിശദീകരിക്കേണ്ട അടുത്തത് ഇതന്നെയാണ്. പക്ഷേ ഹദീസിലൊരു വിശദീകരണം വർധനവുണ്ട്. ആ ഹദീസ് എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലാ യഹില്ലു ദമുംരിഇം മുസ്ലിം ഇല്ലാ ബി ഇഹ്ദാ സലാസ് ഖിസാൽ. 3 കാര്യം ഉണ്ടെങ്കിലേ ഒരു മുസ്ലിമിൻ്റെ രക്തം ഹലാലാവുള്ളൂ. ഒന്നെന്താ? സാനിൻ മുഹ്സൻ യുർജം, ഒന്ന് വിവാഹിതനായ വ്യഭിചാരി, ഔ റജുൽ ഖതല റജുല മുതഅമ്മിദൻ, അല്ലെങ്കിൽ ഒരാൾ വേറൊരുത്തനെ മനഃപൂർവ്വം കൊന്നു, ഫയുഖ്തൽ, അപ്പോൾ അവൻ കൊല്ലപ്പെടും. ഔ റജുൽ യഖ്റുജു മിനൽ ഇസ്ലാം, അതാണ് 3-മത്തെ കാര്യം. 3-മത്തെ ആൾ ആരാണ്? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. അവിടെ നിർത്തിയില്ല. അയാൾ പിന്നെ എന്താ ചെയ്യുന്നത്? യുഹാരിബുല്ലാഹ അസ്സ വജല്ല വ റസൂലു, അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നു. അത്തരം ആൾക്കാർ ഫയുഖ്തൽ, അവർ കൊല്ലപ്പെടും. കൊല്ലപ്പെടൽ മാത്രമല്ല, വീണ്ടും പറഞ്ഞു, അല്ലെങ്കിൽ ഔ യുസ്ലബ്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെടും. അതുമല്ലെങ്കിൽ ഔ യുൻഫോ മിനൽ, അല്ലെങ്കിൽ നാട് കടത്തപ്പെടും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നാണ് അയാൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നൊരൊറ്റ പ്രശ്നമല്ല ഇവിടെയൊന്നും പറയുന്നത്. അതല്ല കാരണം. അങ്ങനെയുള്ളതിന് അവർ കൊല്ലപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ പറയുന്നത്. ആയത്തുകൾ ചിലത് ഞാൻ പറഞ്ഞു. ഇനി ഹദീസും ആ കാര്യം നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മൻ ബദ്ദല ദീനഹു ഫഖ്തുലുഹു, തൻ്റെ മതം മാറ്റിയവനെ നിങ്ങൾ കൊന്നുകളയുക. ഇതാണ് ഇവർ എടുത്തു ഉപയോഗിക്കുന്ന മറ്റൊരു ഹദീസ്. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ വിഷയങ്ങളെപ്പറ്റി ആർക്കും അറിയാം. ഒരു വിഷയം അത് ആ ഒരൊറ്റ ഹദീസിൻ്റെ അല്ലെങ്കിൽ ഒറ്റ ആയത്തെടുത്തിട്ടല്ല, ആ വിഷയത്തിൽ വന്ന മറ്റുള്ള ഭാഗങ്ങൾ മുഴുവനും എടുക്കണം. എന്നിട്ടാണ് എന്താണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഒരാൾ ദീന് മാറ്റിമറിച്ചാൽ അവനെ കൊല്ലുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇത്? മതം മാറുക എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അയാളെ കൊല്ലണം എന്നല്ല ഇത് പറയുന്നത്. എന്തുകൊണ്ട്? അങ്ങനെ തന്നെയാണെങ്കിൽ അയാൾ മാറിയവരെ മുഴുവനും ഇസ്ലാം കൊല്ലണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലണം, അല്ലെങ്കിൽ സഹാബികൾ കൊല്ലണം. അത് ചെയ്തിട്ടില്ല, അതാണ് പ്രശ്നം. നബി തിരുമേനി ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്താണ്? ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, അന്ന അറാബിയൻ ബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിൽ ഇസ്ലാം. ഒരു അറാബി നബി തിരുമേനി അടുത്ത് വന്നിട്ട് മുസ്ലിമായി ബൈഅത്ത് ചെയ്തു. അങ്ങനെ അസാബൽ അറാബി വാക്കും ബിൽ മദീന, മദീനയിൽ അയാൾ താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടു.
അപ്പോൾ അത്തൽ ആറാബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആറാബി നബി തിരുമേൻ്റെ അടുത്ത് വന്നിട്ട്, യാ റസൂൽ അള്ളാഹുവിൻ്റെ ദൂതരെ, അഖിൽനി ബയ്യത്തി, എൻ്റെ ബയ്യത്ത് നിന്ന് ഞാൻ ഒഴിവാകാണ്, നിങ്ങൾ സമ്മതിക്കണം എന്നാണ്. ഞാൻ മുസ്ലിമായി ബയ്യത്ത് ചെയ്തു, പക്ഷേ ഇന്ന് അതിൽ നിന്ന് ഒഴിവായി തരണം, മതത്തിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കണം എന്ന്. അപ്പോൾ അബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തിരുമേനി അത് സമ്മതിച്ചില്ല. കാരണം എന്താ? അയാൾ തൽക്കാലം ഒരു അസുഖമുള്ളത് കൊണ്ട് നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കണ്ടല്ലോ, അതുകൊണ്ട് വേണ്ട, നീ ഇവിടെ തന്നെ നിന്നോ എന്ന് പറയണം. പക്ഷേ അയാൾ വീണ്ടും വന്നു, 3 വട്ടം വന്നപ്പോൾ നബി തിരുമേനി പറഞ്ഞു, എന്നാൽ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പം മൻ ബദ്ദല ദീനവും ഫക്തുലു, ഒരാൾ മതം മാറ്റിയാൽ കൊല്ലണം എന്ന് പറഞ്ഞാൽ അത് ആദ്യം നടപ്പിലാക്കേണ്ട റസൂൽ തിരുമേനിയല്ലേ. അപ്പോൾ അത് ഇവർ പറയും പോലെ അല്ല അതിൻ്റെ അർത്ഥം. നേരത്തെ പറഞ്ഞ പലതും അതിൽ ഉൾപ്പെടണം. ഏത് മതത്തിൽ നിന്ന് പുറത്തു പോയി എന്നുള്ള കാരണമല്ല അതിലുള്ളത്, മറിച്ച് അതിൽ കൊള്ള, വഞ്ചന, കൊലപാതകം, രാജ്യദ്രോഹം തുടങ്ങിയ വലിയ വലിയ കുറ്റങ്ങൾ അതൊക്കെ അതിനോടനുബന്ധിച്ചുണ്ടായത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പറഞ്ഞിട്ടുള്ള. അത്തരം ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവർ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങിയപ്പോൾ അവരെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അബൂബക്കർ സിദ്ദീഖിൻ്റെ ഉദാഹരണം എടുത്ത് നോക്കും. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുർത്തദുകൾ ഒരുപാട് വന്നു, അവർക്കെതിരെ യുദ്ധം ചെയ്തു. എന്നാൽ ഓരോ മുർത്തദുകളെയും വേറെ വേറെ നോക്കിയിട്ട് കൊലപ്പെടുത്തുക എന്നില്ല. ഒരു യുദ്ധത്തിൻ്റെ നേരത്ത് യുദ്ധം പ്രഖ്യാപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. എന്നാൽ മുർത്തദായ ഓരോരുത്തരെയും കൊല്ലുക എന്ന് അദ്ദേഹം ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഓരോരുത്തരും നമുക്ക് എടുക്കാൻ കഴിയും. അതിനുശേഷം ഉമർ ഖത്താബ് വന്നു. അദ്ദേഹത്തിൻ്റെ കാലത്തുള്ളൊരു സംഭവമുണ്ട്. ജബലത്ത് ഇബ്നുൽ ഐഹാം എന്നൊരു മനുഷ്യൻ മുസ്ലിമായി വന്നു. എന്നിട്ട് അദ്ദേഹം തവാഫ് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വന്ന് കഅബയൊക്കെ ഒന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലൊരു സാധാരണക്കാരൻ ചവിട്ടി. അത് അദ്ദേഹത്തിന് സഹിച്ചില്ല, അയാളെ അടിച്ചു. ഈ നേരം അദ്ദേഹം ഉമർ ഖത്താബിനോട് പരാതി പറഞ്ഞു, അടി കിട്ടിയ ആൾ. അപ്പോൾ ഈ ജബലയെ വിളിച്ചു, നീ എന്തിനാ അയാളെ അടിച്ചത്? അയാൾ അറിയാതെ ചവിട്ടിയതല്ലേ. അപ്പോൾ തിരിച്ച് പ്രതിക്രിയയുണ്ട്, തിരിച്ചടിക്കണം എന്നാണ്. അപ്പോൾ ജബല പറഞ്ഞു, ഞാനൊരു നേതാവല്ലേ, ഞാൻ അയാളെ അടിച്ച് തിരിച്ചടിക്കുക? അതെ, ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല, ആരാണോ തെറ്റ് ചെയ്ത് അതിലെ ശിക്ഷ അനുഭവിക്കണം, ഒക്കെ തുല്യമാണ്. ഇത് കണ്ടപ്പോൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ പോയിക്കോന്നും പറഞ്ഞു. ഇവർ പറയും പോലെയാണ് അയാളെ കൊല്ലണ്ടേ, കൊന്നിട്ടില്ല. അങ്ങനെ അനേകം സംഭവങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിനെതിരെ പലതും അതിനെ ഒന്ന് തരം താഴ്ത്താൻ വേണ്ടി പലതും പറയും പോലെ ഒന്ന് ആലോചിച്ചുണ്ടാക്കുന്ന ആരോപണങ്ങളാണ് ഇതൊക്കെ. ഇതിലൊന്നൊരു വസ്തുതയുമില്ല. നന്നായി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ഡയലോഗ് 3.0 പൊളിഞ്ഞു വീണിട്ടുള്ളത് വളരെ കാലങ്ങളായി വളരെ വലിയ രീതിയിൽ തന്നെ വ്യാപകമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നമുക്ക് അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കാം. ആദരണീയനായ അബൂബക്കർ സലഫി വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഓരോ ഭാഗവും ഓരോ വിമർശനങ്ങളും എടുത്തു വെച്ചുകൊണ്ട് ഈ വിഷയം സമർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പൊതുവേ ഇസ്ലാം വിമർശകരായി കേരളത്തിനു പുറത്തുമൊക്കെ ഉള്ള ആളുകൾ, അവർക്ക് അറബിയിലെ പരിജ്ഞാന പ്രശ്നം വളരെ ശക്തമാണ്. അറബി അറിയാത്തതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ച് കിട്ടുന്ന സാധനങ്ങൾ എടുത്തു വെച്ച് അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ട് ഇപ്പുറത്ത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കാതെ കിട്ടിയത് ഇത് തന്നെയാണെന്നുള്ള നിലക്ക് എടുത്തുദ്ധരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് പലപ്പോഴും ഇത്. നമ്മൾ കണ്ണൂരിൽ വെച്ച് നടന്ന ഡയലോഗിൽ ഇവർക്ക് അറബി ഭാഷ അറിയില്ലെന്നും ഇവർ ആരെങ്കിലുമൊക്കെ കൊടുത്തത് അതുപോലെ എടുത്ത് ഉദ്ധരിക്കുകയാണെന്നും അതിൻ്റെ അടുത്തുള്ള പേജോ അല്ലെങ്കിൽ അടുത്തുള്ള വരിയോ പോലും നോക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലെന്നും യഥാർത്ഥ സോഴ്സിൽ നിന്ന് യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് ഈ വിഷയങ്ങൾ വായിച്ചിട്ടില്ലെന്നുമൊക്കെ സമർത്ഥിച്ചുകൊണ്ട് ഇതല്ലാത്ത ഒരുപാട് തെളിവുകൾ വെച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മുർത്തദ്ദിനെ കൊല്ലുക, മുർത്തദ്ദിനെ കൊല്ലണം എന്ന് ഇസ്ലാമിലുണ്ട് എന്ന് സമർത്ഥിച്ച് ഒരു കഷ്ണം വായിക്കുന്ന ആളുകൾ അവരാത്മാർത്ഥമായി ചിന്തിക്കട്ടെ. ഈ ദിവസം വരെ ഒരുപക്ഷെ ആദരണീയനായ അബൂബക്കർ സൽഫിയോട് ഉദ്ധരിച്ച കാര്യങ്ങളെക്കുറിച്ച് ആദ്യ അറിവ് ആയിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത്. ഈ ദിവസം വരെ ഇത് അറിയാനുള്ള സാധ്യതയില്ല. ഇനി ചിലരൊക്കെ ഇത് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും പലപ്പോഴായി പല രീതിയിൽ പലരും ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറുപടി പറഞ്ഞാലും ആ പറഞ്ഞത് അവിടെ ഇട്ട് അതിന് പ്രതികരിക്കാതെ വീണ്ടും തൻ്റെ പഴയ നോട്ട് തന്നെ ആവർത്തിക്കുന്ന രീതിയാണ് പലരും സ്വീകരിച്ചു വരുന്നത്. ഇവരുടെ വിശദീകരണങ്ങളും ഇവരുടെ വിവരണങ്ങളും ഒക്കെ കേട്ട് അതാണ് സത്യമെന്ന് വിചാരിച്ച് ഐ ആം ആൻ എക്സ് മുസ്ലിം എന്ന് സ്വന്തം പേജിൽ ടൈം ലൈനിൽ കമൻ്റ് ചെയ്ത് ധീരവിപ്ലവകാരിയായി ഇറങ്ങിപ്പോകുന്ന ആളുകളൊക്കെ ഒന്ന് ആത്മാർത്ഥമായി ആലോചിക്കുന്നത് നല്ലതാണ്.
ഇവിടെ 4 പേരെ കൊല്ലാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ എന്താണ് എന്നും എന്തുകൊണ്ടാണ് എന്നും ആരും അംഗീകരിക്കുന്ന ഇവിടുത്തെ ക്രിമിനൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇന്ത്യൻ കോർട്ടുകളിലടക്കം ക്രിമിനൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല മുർത്തദ്ദുകളായി മാറിയവരെ കൊല്ലാത്തതിൻ്റെ നിരവധി ഉദാഹരണങ്ങളും ഇവിടെ ഉദ്ധരിക്കേണ്ടായി. പ്രവാചകൻ മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ മുർത്തദ്ദുകളായ മതഭ്രഷ്ടരായ ആളുകളെ കൊല്ലാത്തതും എന്നെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഒഴിവാക്കി കൊടുത്തതും അയാളെ സ്വതന്ത്രമായി പോകാൻ അനുവദിച്ചതും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ മുഴുവൻ മുന്നിൽ വെച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങൾക്ക് ഇനി പൊതുസമൂഹം കാതുതരികയുള്ളൂ എന്നത് ഈ രാത്രി വളരെ ഉറക്കെ പറയാൻ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുക.